ഹലോ ഗൈസ്, മെയ്ജോ എഫ് കെ. അടിപൊളി റെസിപ്പി ഉണ്ടത്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നല്ല കിടക്കാച്ച സംഭവമാണിത്. അധികം മസാലയൊന്നും ഇല്ലാണ്ട് റെഡിയാക്കി. അപ്പോൾ ഒരു പ്ലേറ്റ് ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് നൈസായിട്ട് അരിഞ്ഞത്, അതായത് ഫ്രഞ്ച് ഫ്രൈസ് ആ സ്റ്റൈലിൽ അരിഞ്ഞ ഒരു പച്ചമുളക്, ഒരു പകുതി സവാള, ഒരു 6 വെളുത്തുള്ളിയുടെ കഷ്ണം. ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോഴേക്ക് നമുക്കതിലേക്ക് ഉരുളക്കിഴങ്ങ് വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് അതിൻ്റെ അകത്ത് വറുത്തെടുക്കാം. പുഴുങ്ങിയത് ഇടാൻ കുഴപ്പമില്ല. അങ്ങനെ ഒരു സവാളയും കൂടെ നമ്മൾ അരിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഇടുന്നതാണ്. ഒരു പച്ചമുളക് അരിഞ്ഞിട്ടാണ്. വെളുത്തുള്ളി 6-7 വെളുത്തുള്ളി അത് ഇട്ട് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണയിൽ വേണം ഇതിനെ ആദ്യം ഒന്ന് വാട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ഒന്ന് ചെറിയൊരു സ്പൂണ് ഫ്രൈ പാനിൽ ഉപയോഗിക്കുന്ന ടൈപ്പ് സ്പൂണൊക്കെ ഇട്ടൊന്ന് ഇളക്കി, നൈസായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ച് മൂടിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി അതിലേക്കിടാം. ഇതെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂണ് ഗരം മസാല ഇട്ടിട്ട് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇടാം. അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു സ്പൂണ് വിനാഗിരിയും കൂടെ ഒഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് പുഴുങ്ങി വെച്ചേക്കണ ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം, അതായത് ഇതിന് ഗ്രേവിയൊന്നുമില്ല, ചാറുമില്ല, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലത്തെ ഒരു മൂടിപ്പാത്രം വെച്ച് മൂടി വെക്കുക. മൂടി വെച്ച് കഴിയുമ്പോഴേക്കും അവനൊരു തിളയൊക്കെ അങ്ങോട്ട് വന്നു കഴിയുമ്പോഴേക്കും മൂടിപ്പാത്രം മാറ്റുക. വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴേക്കും സംഭവം നമ്മൾ വിചാരിച്ച റെസിപ്പി റെഡിയാവും. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. വെച്ച് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. അടുത്ത വീഡിയോ മെയ്ജോ എഫ് കെ.